പെരുന്നാൾ എല്ലാ വർഷവും ഇവിടെ തന്നെ മസ്താമ്പള്ളിയിലാണ് എല്ലാ വർഷവും വരുന്നതും കൂടുന്നതും. ഉമ്മയും വാപ്പയും വൈഫിന്റെ ഉമ്മയും എല്ലാവരെയും അടക്കിയിരിക്കുന്നത് ഇവിടെയാണ്. അപ്പോ സാധാരണ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. അതുപോലെ പതിവ് പോലെ കഴിഞ്ഞു. ഇനി ആ വീടിന്റെ പരിസരത്ത് കുറച്ച് വീടുകളിലൊക്കെ വന്ന് രാവിലേക്ക് ഇറങ്ങും. അത് കഴിഞ്ഞ് എന്റെ സ്റ്റാഫ് അതുപോലെ തന്നെ വൈഫിന്റെ സ്റ്റാഫ് ഒക്കെ വിളിച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക്. ഞങ്ങള് സാധാരണ അവരെല്ലാമാണ് വരുന്നത്. ഒരുമിച്ച് ഉച്ചഭക്ഷണം കഴിച്ചിട്ട് 2:30 മണി 3 മണിക്ക് പെരുമ്പളത്ത് നിന്ന് പര്യടനം തുടങ്ങും. പെരുമ്പളത്ത് പര്യടനം തുടങ്ങി തുറവൂർ സമാപിക്കും. ഇത്രയും ദിവസം നോമ്പൊക്കെ ആയിട്ട് വളരെ കഠിനമായിരുന്നു അല്ലേ? അതെ, വളരെ ചൂട് കൊണ്ടുള്ള ഒരു ഇതായിരുന്നു. വലിയ ചൂടെന്ന് വെച്ചാൽ സത്യം പറയാമെങ്കിൽ ഈ നോമ്പും ചൂടും കൂടെ വന്നപ്പോ ഈ മറ്റേ ഓപ്പൺ ജീപ്പിൽ കയറി ഇരുന്നപ്പോ പോലും ഉറക്കം വരുന്നുണ്ടായിരുന്നു. അത്രത്തോളം ക്ഷീണമായിരുന്നു. പക്ഷെ എങ്കിലും ഒരു പവർ എങ്ങനെയോ കിട്ടി. ഈ ആളുകളുടെ ആവേശമാണ് നമുക്ക് സത്യം പറയാമെങ്കിൽ നമ്മുടെ എല്ലാ ക്ഷീണവും മറക്കുന്നത്. കാര്യം നമ്മളങ്ങോട്ട് ചെല്ലുമ്പോൾ നൂറുകണക്കിന് ആളുകൾ ഈ പൊരി വെയിലത്ത് നമ്മളെ കാത്ത് മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്ന ഓർക്കുമ്പോൾ നമ്മുടെ ക്ഷീണമൊന്നും ഒരു ക്ഷീണമല്ലാതായി മാറും. തീർച്ചയായിട്ടും നോമ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നമ്മളെ ആവേശത്തിന് ഒരു കുറവുമില്ല. അത് കൂടത്തേ ഉള്ളൂ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ. ഈ അനുഷ്ഠിച്ച വ്രതത്തിന്റെ എല്ലാ നന്മകളും അവരുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ.